ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള നെക്ക് ഡിസൈൻ ആണ്, കുർത്തിക്ക് വേണ്ടിയിട്ട് നെക്ക് ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടില് കട്ടിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ തുണി എല്ലാവരും മേടിച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിക്ക് റംസാന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഒരു കുർത്തി തയ്ച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും നമ്മൾ നെക്ക് തയ്ക്കാൻ പോവാണ്. ക്യാൻവാസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തുണിയൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ലേസ് കാണുവാണെങ്കിൽ വാങ്ങിച്ചു കേട്ടോ. നമ്മുടെ തുണിയുമായിട്ട് ചേരുന്ന കളർ നോക്കി വാങ്ങിക്കാം. പല കളറിലെല്ലാം നമുക്ക് കിട്ടും. ഞാനപ്പോൾ ഇതില് ഈ ഒരു 3 കളറാണ് വാങ്ങിയിരിക്കുന്നത്. സിൽവർ, ഗോൾഡൻ, പിന്നെ ഗോൾഡൻ തന്നെ 2 കളറായിട്ടുള്ളതാണ്. ഒരെണ്ണം കുറച്ച് മഞ്ഞ കൂടിയതും മറ്റേത് സാധാരണ. അപ്പൊ ഞാനിന്ന് ഇത് വെച്ചിട്ടാണ് നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് നെക്കിൽ ചെയ്യാം, സ്ലീവിൽ ചെയ്യാം, പിന്നെ വേണമെങ്കിൽ കുർത്തിയുടെ താഴെയും ചെയ്യാം. അപ്പോൾ അതനുസരിച്ചിട്ട് കൂട്ടി മേടിക്കേണ്ടി വരും. ഇതിനൊക്കെ വളരെ നിസ്സാര വിലയുള്ളൂ. 5 രൂപയാണ് മീറ്ററിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നെക്കിലും സ്ലീവിലും മാത്രമാണെങ്കിൽ ഒരു 1.5 മീറ്റർ ഒക്കെ മതിയാവും. പക്ഷേ താഴെ ബോർഡറിലും കൂടെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 മീറ്ററോളം വേണ്ടി വരും കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഇതുപോലത്തെ ഒരു ക്യാൻവാസിന്റെ കഷ്ണം എടുക്കാം. ഇതുപോലത്തെ 2 ക്യാൻവാസ് ഞാൻ ഒരുമിച്ച് വെക്കുവാണ് കേട്ടോ. ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേ നെക്ക് ലെങ്ത്, ഒരേ നെക്ക് വീതിയാണ് കൊടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും മുകളിൽ ഒരു ലൈൻ ഒന്ന് വരച്ച് നിർത്തുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് നിർത്തുക കേട്ടോ. ഇനി വേണം നമുക്കിതിൽ നെക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ നെക്ക് ചെയ്യുന്നത് കൊണ്ടിട്ട് സാധാരണയായിട്ട് ഞാൻ 3 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ 4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വീതി വേണ്ടാന്നുണ്ടെങ്കിൽ 3 ഇഞ്ചിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്കിതിൽ 4 ഇഞ്ച് വീതി, 3.5 ഇഞ്ച് ലെങ്ത്. അധികം നെക്കിന് ലെങ്ത് കൊടുക്കേണ്ട ഈ ഒരു അളവിൽ നമുക്ക് ചെയ്ത് എടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് 2 ബോക്സ്, അതായത് ഒരു ബോക്സ് താഴെ ഉണ്ടാവും, ഒരു ബോക്സ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് വേണം ഇതിൽ നെക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുത്തില്ലേ, ഇനി വേണം നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ യു ഒന്ന് വരച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു യു വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ്, അത് കഴിയുമ്പോൾ ഇവിടെ മാർക്കിങ്, പിന്നെ ഏറ്റവും താഴെ. ഇത് രണ്ടും കൂടെ തെന്നിപ്പോവരുത്. അതായത് ഒറ്റയടിക്ക് പണി കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതും കൂടെ ഇങ്ങനെ ഒന്ന് വരച്ചങ്ങോടെ കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇതുപോലത്തെ 2 ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു തുണിയിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് എടുക്കാം. അതേ ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതായത് താഴെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് 2 കഷ്ണത്തിൽ നിന്നും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റാം. നമുക്ക് ആദ്യമേ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് തയ്ച്ച് കൊടുക്കണം കേട്ടോ. 2 എണ്ണത്തിന്റെയും ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് തയ്ക്കാം. അതേപോലെ 2 എണ്ണം ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു കഷ്ണം വെച്ചിട്ട് ബാക്ക് ഒന്ന് തയ്ച്ച് നിർത്താം കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൽ ഡിസൈൻ ചെയ്യാം. പാർട്ട് എടുക്കാം. നേരെ നമുക്ക് ഈ സെന്റർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് സെന്റർ കട്ട് ചെയ്യുക. സെയിം അതേപോലെ തന്നെ ഈ ഒരു ഭാഗം എടുക്കുക. ഇതും എടുത്തിട്ട് ഇതിന്റെ സെന്ററും കൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് 2ന്റെയും നല്ല വശവും വെക്കുക. ഈ 2 സെന്ററും ഒരുമിച്ച് വെക്കുക. ഈ ഭാഗത്ത് കൂടെ ഒന്ന് തയ്ക്കും. തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് 2 ഇഞ്ച് നീക്കി അവിടെ ചെറിയ കട്ടിങ് ക്യാൻവാസിലൊന്നും കൊള്ളാതെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഈ ഒരു ക്യാൻവാസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിന്റെ പുറത്ത് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ക്യാൻവാസിന്റെ മീതെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചു നിർക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ബാക്കിലെ ക്യാൻവാസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചിരുന്നത്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ കൂടെ വെച്ചിട്ട് തയ്ക്കേണ്ടതുണ്ട്. അതിന് മുന്നേ ഈ ഷോൾഡർ എല്ലാം ഒന്ന് കൂട്ടണം. അപ്പോൾ ഇത്രയും വരെ ചെയ്ത് നിർത്തുക കേട്ടോ. പതിച്ച് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പതിച്ചടിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പതിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഇങ്ങനെ മീതേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനാണ് ഞാൻ ആദ്യമേ ഇങ്ങനെ ഒന്ന് പതിച്ചടിച്ചത്. ഇനി നമുക്കിതിങ്ങനെ കറക്റ്റ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഷോൾഡറൊക്കെ ഒന്ന് കൂട്ടാം. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഫ്രണ്ട് നെക്ക് ഒന്ന് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇതിന്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരുത്തിക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ഫസ്റ്റ് ഒന്ന് തയ്ക്കാം. തയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് മാത്രം പുറത്തേക്ക് വരുത്തിച്ചാൽ മതി. ഇങ്ങനെയൊന്നും ആയി പോകരുത് കേട്ടോ. കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്ച്ച് എടുക്കാനായിട്ട്. ഇതേപോലെ ഇങ്ങനെ താഴെ ഭാഗത്ത് വെച്ച് കൊടുത്ത് തയ്ച്ചിട്ടുണ്ട്. നമുക്കിത് ക്രോസ് പീസ് ഒന്നും വേണ്ട കേട്ടോ. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി.
അപ്പോൾ അതേ ബാക്ക് നെക്ക് ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ട് പാർട്ട് എടുക്കുക, അതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് കട്ട് ചെയ്യുക. ഇതൊക്കെ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നോക്കിയിട്ടൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. കാരണം ഈ ആം ഹോളൊക്കെ ഒരുമിച്ചായിരിക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഈ സെൻറ്റർ പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി. ഇത് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഈ ഭാഗം വെക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ നല്ല വശത്തേക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് തയ്ക്കുക. എന്നിട്ട് വേണം ഈ ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് നമ്മൾ എപ്പോഴും തയ്ക്കുമ്പോൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. ബാക്ക് പിന്നെയും കുഴപ്പമില്ല. ഫ്രണ്ടൊക്കെ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കാണുന്നതല്ലേ. ബാക്കിൽ നമ്മൾ മുടിയൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അറിയില്ല. അപ്പോൾ ഞാൻ ബാക്ക് തയ്ച്ചപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഒഴിവാക്കി. പക്ഷേ ഫ്രണ്ട് അങ്ങനെയല്ല, കുറച്ചുകൂടി കരുതൽ കൊടുത്തിട്ട് നമുക്കൊന്ന് തയ്ക്കാം. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിലും കട്ടിങ്, ചെറിയ കട്ടിങ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് ഇനി പതിച്ചടിക്കേണ്ട ആവശ്യമില്ല. നേരെ നമുക്ക് നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നേരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉള്ളത് കൊണ്ടാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ തുണിക്കനുസരിച്ചിട്ട് വേണം ഇതുപോലത്തെ ലേസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയും കൂടി ചെയ്താൽ ഭംഗി ഉണ്ടാവോ, ഇനി ബോറാവോ എന്നറിയില്ല. ഇനി ബോറാവുകയാണെങ്കിൽ നമുക്ക് അഴിച്ചു മാറ്റാം. ഇങ്ങനെയും കൂടെ വെച്ച് നോക്കുവാണ് കേട്ടോ. ഓക്കെ, ഞാൻ താഴെയും മുകളിലുമായിട്ട് വെച്ച് കൊടുത്തു. പക്ഷെ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആദ്യത്തെയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇതുപോലത്തേക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയായിരിക്കും ഭംഗി. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് അഴിച്ചു മാറ്റാൻ പോവാണ് കേട്ടോ. കാരണം ഓവറായില്ലേ എന്നൊരു സംശയം. അപ്പൊ നമുക്ക് ഇത് മാത്രം മതി. ഇതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചാലും ഭംഗിയാണ്, ഒരെണ്ണാണെങ്കിലും ഭംഗിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നാണ്. അപ്പൊ ഞാൻ ഇതങ്ങോട്ട് അഴിച്ചു മാറ്റും. ഞാനപ്പോൾ നെക്കിൽ നിന്ന് ഈ ഒരു ഭാഗം ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചു മാറ്റി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിന്റെ ആ ഒരു ലുക്ക്. ഇനി ഷോൾഡറും കൂടെ ഒന്ന് കൂട്ടുന്നത് കാണിച്ചു തരാം. കാരണം നമ്മൾ ബാക്ക് പാർട്ടിലും ഇതുപോലെ ഇങ്ങനെ ക്യാൻവാസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ക്യാൻവാസ് ഫ്രണ്ടും ബാക്കും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ബാക്ക് പാർട്ടിന്റെ മീതെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. എന്നിട്ട് ഈ ക്യാൻവാസിന്റെ ഈ കഷ്ണം മീതേക്ക് ഇട്ട് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് സെയിം ഇതേപോലെയും ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് നിർത്താം. ഇതുപോലെ നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി തയ്ച്ച് എടുക്കണം കേട്ടോ. രണ്ട് വശവും കറക്റ്റ് ആയിട്ട് വേണം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇനി ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യണമെങ്കിൽ ഹെമ്മിങ് ചെയ്യാം, അല്ല തയ്ച്ചു വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഹെമ്മിങ് ചെയ്ത് എടുത്താലും മതി. നല്ല നീറ്റായിട്ട് ഇരുന്നോളും കേട്ടോ. നല്ല വശത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക്. ക്യാൻവാസ് വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കറക്റ്റ് റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഞാൻ ബാക്ക് നെക്ക് കാണിച്ചു തരാം. ബാക്ക് നെക്കിൽ ഞാൻ ഒറ്റൊരു സ്റ്റിച്ച് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്ത് നിർത്തി കേട്ടോ. ഈ വശത്ത് അപ്പോൾ നമുക്ക് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ടില്ലേ, ഈ ഒരു പാർട്ട് ബാക്കിലുള്ള ഈ പാർട്ട് ഫ്രണ്ടിലേക്ക് വരത്തില്ല കേട്ടോ. ഒറ്റൊരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തു. ഹെമ്മിങ് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. എനിക്ക് കുറച്ച് മടിയാണ് ഹെമ്മിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ബാക്ക് പാർട്ടും ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മൂന്നാമത്തെ പാർട്ടിൽ ഫുൾ സ്റ്റിച്ച്, ഈ അംബ്രല ചെയ്യുമ്പോണ്ടല്ലോ കുറേ നമുക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. കാരണം താഴെ ഭാഗത്തെ സ്റ്റിച്ച്, അതുപോലെ ഈ സെന്റർ പോർഷനൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ട്രിക്സ് ഒക്കെ ഉണ്ട്. അത് അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ.